ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ മോഷണം പോയ സംഭവത്തിൽ അതിലെ സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം SIT അന്വേഷണം നടത്തുകയാണ്. SITയോട് കോടതി കർശന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഓരോ സമയത്തും ഈ ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ നൽകണം എന്ന കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശപ്രകാരം ഇന്ന് SIT ഇടക്കാല റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചു. കോടതി ഇന്ന് വളരെ സുപ്രധാന തീരുമാനങ്ങൾ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്നു. ഇതിലെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള കൂടുതൽ വിശദമായ അന്വേഷണത്തിനും കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അപ്പോൾ സ്വർണം കട്ടവർ മാത്രമല്ല, ഈ കളവിന് ഗൂഢാലോചന നടത്തിയവർ, അതിന് പിന്നിലുള്ള എല്ലാവരും കുടുങ്ങുന്ന സാഹചര്യത്തിലേക്ക് ഒരു വിപുലമായ അന്വേഷണത്തിനാണ് SITക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ SIT ഇന്ന് ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അസാധാരണമായ ചില നടപടികൾ കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. അതീവ രഹസ്യമായാണ് കോടതി ഈ റിപ്പോർട്ട് പരിശോധനയ്ക്ക് എടുത്തത്. ആ സമയത്ത് ഈ അഭിഭാഷകരെ ഉൾപ്പെടെ കോടതിക്ക് പുറത്തേക്ക് മാറ്റുന്ന നടപടികൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. മാത്രവുമല്ല, നമ്മൾ ചില കേസുകൾ സാധാരണയായി ഈ ബലാത്സംഗ കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സംഭവങ്ങൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോഴാണ് ഈ അതീവ രഹസ്യ സ്വഭാവത്തിൽ കോടതി ഈ വിഷയങ്ങൾ പരിഗണിക്കുന്നത്. കോടതി അത് രഹസ്യമായി വാദം കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിന് സമാനമായ നിലയിലേക്കുള്ള ഒരു നടപടി, ഒരു അസാധാരണ നടപടി എന്ന് തന്നെ പറയാം, കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടാകുന്നു. അത് ഈ സ്വർണ്ണപ്പാളി കളവ് പോയതുമായി ബന്ധപ്പെട്ട, സ്വർണ്ണപ്പാളിയിലെ സ്വർണം മോഷണം പോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഇടക്കാല റിപ്പോർട്ട് പരിശോധിക്കുമ്പോഴാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു സമീപനം ഉണ്ടാകുന്നത് എന്നത് നമ്മൾ കേൾക്കണം. അടച്ചിട്ട കോടതി മുറിയിൽ രഹസ്യ സ്വഭാവം ഉറപ്പാക്കിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം കൈമാറിയ റിപ്പോർട്ട് കോടതി പരിശോധിക്കുന്നു. അന്വേഷണ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ദേവസ്വം വിജിലൻസിനെയും മാത്രം എതിർകക്ഷികളാക്കി കോടതി സ്വമേധയാ ഒരു പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ആ കേസിൽ അന്വേഷണം തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെയുള്ള നടപടികളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എല്ലാ 10 ദിവസത്തിലും കേസിന്റെ പുരോഗതി കോടതി അറിയിക്കണമെന്ന് നേരത്തെ ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. അത് പ്രകാരമുള്ള സിറ്റിംഗ് ഇന്ന് നടക്കുമ്പോഴാണ് ഈ ഗൗരവത്തോടുള്ള കോടതിയുടെ ഒരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. എല്ലാം കോടതി രഹസ്യമാക്കിയിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. അതൊരു അസാധാരണമായ നടപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സംസ്ഥാനത്തേറെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കേസായി ഈ സ്വർണ്ണ കവർച്ച കേസ് മാറുകയാണ്. അപ്പോൾ വലിയ പ്രാധാന്യം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു, മാധ്യമ വാർത്തകൾ വരുന്നു. ആ ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഇതിന്റെ തുടർ നടപടികൾ കേസിനെ ബാധിക്കാതിരിക്കുന്ന തരത്തിൽ രഹസ്യമാക്കി കോടതി മാറ്റിയിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഓൺലൈൻ വഴിയുള്ള ശബ്ദ സംരക്ഷണം കോടതി ഓഫാക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും അഭിഭാഷകരോട് പുറത്തു നിൽക്കാൻ കോടതി ആവശ്യപ്പെട്ടു. തുടർന്ന് S ശശിധരൻ, അത് ഈ SIT SP ആണ്, അദ്ദേഹത്തിൽ നിന്നും ഒപ്പം തന്നെ സുനിൽകുമാറിൽ നിന്നും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതി വാങ്ങുന്നു. അതിന്റെ വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നു. അതിനുശേഷം ദേവസ്വം സർക്കാർ അഭിഭാഷകരെ കൂടി കോടതിയിൽ പ്രവേശിപ്പിക്കുന്നു. അതിനുശേഷമാണ് കോടതി ഇടക്കാല ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ആ ഇടക്കാല ഉത്തരവ് കോടതി പറയുമ്പോൾ തന്നെ അതിന്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി പിന്നീടായിരിക്കും അത് സംബന്ധിച്ചുള്ള ഉത്തരവിലെ വിശദാംശങ്ങൾ പുറത്തു വരിക. തുടർന്നും അന്വേഷണ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രത കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. കേസിന്റെ രഹസ്യ സ്വഭാവം ഉറപ്പാക്കണമെന്ന നിർദ്ദേശം കോടതി ആവർത്തിച്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഉൾപ്പെടെ ഓർമ്മിപ്പിക്കുന്നത് കാണാമായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് നിലവിൽ ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ കോടതിയെടുത്ത കേസിന് പുറമെ മറ്റൊരു കേസ് കൂടി ഹൈക്കോടതി സ്വമേധയാ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സ്മാർട്ട് ക്രിയേഷൻസിനെയും ഒഴിവാക്കിയിരിക്കുന്നത് അവർക്കുൾപ്പെടെ ഈ പ്രതിഭാഗത്തുള്ള ഇവരിലേക്ക് കൂടി ഈ കേസിന്റെ വിവരങ്ങൾ എത്താതിരിക്കുക എന്ന ഒരു ജാഗ്രത കൂടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അന്വേഷണ സംഘം കോടതിയിൽ നൽകുന്ന രഹസ്യ സ്വഭാവമുള്ള രേഖകൾ കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള വ്യക്തികൾക്ക് ലഭിക്കാനുള്ള വഴി അടച്ചുകൊണ്ട് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്ത് ഇനി ആ കേസിന്റെ അന്വേഷണം എന്ന നിലയിലായിരിക്കും ഈ നടപടികൾ മുന്നോട്ട് പോവുക. നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ വിവരങ്ങൾ, പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ കണ്ടെത്തിയ വിവരങ്ങൾ, ഒപ്പം ചെന്നൈയിലും
ബംഗളൂരുവിലും അടക്കം ശബരിമലയിലെ സ്വർണം പോയ വഴികൾ കേന്ദ്രീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ, ഇതൊക്കെ അടങ്ങിയ ഒരു റിപ്പോർട്ടാണ്, അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മുദ്രവെച്ച കവറിലാണ് ഇത് കോടതിക്ക് നൽകിയിട്ടുള്ളത്. അന്വേഷണ സംഘവും നിലവിൽ അനുവദിച്ച 6 ആഴ്ചയ്ക്ക് പുറമെ ഒരു അന്വേഷണത്തിന് കൂടുതൽ സമയം നീട്ടി ചോദിച്ചിട്ടുണ്ട് കോടതിയോട്. 6 ആഴ്ച സമയത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകണമെന്നതായിരുന്നു നേരത്തെ കോടതി നിർദ്ദേശിച്ചിരുന്നതെങ്കിൽ SIT ഈ കേസിൽ അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ അതിന്റെ ഗ്രാവിറ്റി വലുതാണ് എന്ന് മനസ്സിലാക്കുന്നു. അന്വേഷണം പൂർത്തീകരിക്കുന്നതിന് 2 ആഴ്ചത്തെ സമയം കൂടി SIT കൂടുതലായി ആവശ്യപ്പെടുക കൂടി ചെയ്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ ഹാജരാക്കുന്ന സമയത്ത് മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞത് തന്നെ കുടുക്കിയവരെ വെളിച്ചത്ത് കൊണ്ടുവരും എന്ന ഒരു കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ആളുകളുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ കോടതിയിൽ ഹാജരാക്കി അതിനുശേഷം റിമാൻഡ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ കുടുക്കിയവരെ കുടുക്കും, അല്ലെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരും എന്ന് സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ആളുകളുണ്ട് എന്നത് വ്യക്തമാണ്. അപ്പോൾ ഗൂഢാലോചനയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവരെ കൂടി ഈ കേസിന്റെ ഭാഗമായുള്ളവരെ കൂടി കണ്ടെത്തുന്ന തരത്തിലേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു, വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഇനിയും ആളുകൾ ഉണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സ്മാർട്ട് ക്രിയേഷൻസിനെ കൂടി ഒഴിവാക്കുമ്പോൾ അവരും ഈ കേസുമായി ബന്ധപ്പെട്ട് അവരുടെ ഇൻവോൾവ്മെന്റും സംശയനിഴലിലാണ് എന്ന് വരുന്നു. അങ്ങനെ ഇതുവരെ എന്തൊക്കെ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് SIT ശേഖരിച്ചോ ആ വിവരങ്ങൾ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. കോടതി അത് അതീവ രഹസ്യമായി കൈകാര്യം ചെയ്യുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് പോകാതിരിക്കാനും അത് കേസിനെ ബാധിക്കാതിരിക്കാനും ഉള്ള ജാഗ്രത കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ സ്വർണ്ണപ്പാളിയിലെ സ്വർണം മോഷണം പോയ സംഭവം. നമുക്കറിയാം, കഴിഞ്ഞ 1-2 മാസമായി ഇത് വലിയ ചർച്ചയായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ രാഷ്ട്രീയ മാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടി ആണ് ഈ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നത്. കോടതി നടപടികളിലൂടെയാണ്. കോടതി കൂടുതൽ ജാഗ്രതയോടുകൂടി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും ഇതിന്റെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വശങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയും അത് വളരെ രഹസ്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്.